ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ടുഡേ നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡോഗ് ഹൗസാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പട്ടി. ഇതിൻ്റെ പേര് സുഗു എന്നാണ്. നമ്മുടെ സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്ത് പേരായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ആ സബ്സ്ക്രൈബർ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ, ഓർമ്മയുള്ള ആൾ കേട്ടോ. അപ്പോൾ സുഗു നമ്മുടെ പേര്. അപ്പോൾ ഇവന് വേണ്ടി ഒരു ഡോഗ് ഹൗസാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഈ ഒരു ഇതെടുത്തതിന് ശേഷം ഒരു 3 ബ്ലോക്ക് ഹൈയിൽ വെച്ചിട്ട് നാലാമത്തെ ഇങ്ങനെ സ്പേസ് ഒരു 3 ബ്ലോക്ക് വിടാം. എന്നിട്ട് ഹൈയിൽ 3 ബ്ലോക്ക് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം പില്ലർ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് തോന്നി കുറച്ച് വലുതാണ്, കുറച്ച് ഇച്ചിരി ചെറുത് പോരെ. അപ്പം നമുക്ക് 2 ബ്ലോക്ക് ആക്കാം. അപ്പോൾ ഒരു ബ്ലോക്ക് നമുക്ക് അങ്ങ് പൊട്ടിച്ച് കളയാം. അപ്പോൾ അത് സെറ്റായിട്ട് ഇതേപോലെ ഞാൻ പൊട്ടിച്ച് കളയുന്നുണ്ട്. അപ്പോൾ അത് സെറ്റാവും. പിന്നെ ഇന്നലെ മെനഞ്ഞാന്നൊന്നും എനിക്ക് വീഡിയോയുടെ മൈൻഡ് ഉണ്ടായിരുന്നില്ല. ഇന്നലെ നമ്മുടെ റിസൾട്ട് ആയിരുന്നു. പിന്നെ മെനഞ്ഞാന്നും കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാതെ ഇരുന്നത്. പിന്നെ വ്യൂസ് ഒന്നും കിട്ടുന്നില്ല ഗൈസ്. ആകെ സന്തോഷം അല്ല, സങ്കടമാണ്, സാഡാണ്. സോ മാക്സിമം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നമ്മളിങ്ങനെയൊക്കെ ഒരു സംഭവം ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അറിയിക്കുക. പിന്നെ ഒരു പാവം കുട്ടിയാണെന്നൊക്കെ നിങ്ങൾ തട്ടി വിട്ടോ. പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം കാണുന്നവർ, ലൈക്ക് ഒക്കെ ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നുണ്ട്, അതെനിക്കറിയാം. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ വെക്കുന്നത്, പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, കുറച്ചധികം വലുതായ പോലെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ സൈഡിലുള്ള ഇതൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ ഇതുപോലെ പണിഞ്ഞു. അപ്പോൾ അത് സെറ്റായിട്ട് കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു വാള് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോയാ, അപ്പോൾ നമ്മളിതാ ഇത്രയും സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ വെക്കേഷനൊക്കെ എങ്ങനെ പോകുന്നു എന്നുള്ളത് കമൻറ്റ് ബിലോ. ഓക്കെ, എൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കൊച്ചു വർത്താനം പറയുന്നുണ്ട് ഗീസ്. ഓക്കെ, അപ്പോൾ നമുക്കിൻ്റെ റൂഫിന് വേണ്ടിയിട്ട് നമ്മളെ സ്പ്രൂസിൻ്റെ സ്ലാബ് എടുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുക. ഫുൾ ഫില്ല് ചെയ്യുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് റൂഫ് എങ്ങനെ പണിയണം എന്നൊരിതുണ്ടായിരുന്നില്ല. ഐ തിങ്ക് നമ്മുടെ മേൽക്കൂര സാധാ വീടിൻ്റെ മേൽക്കൂര പോലത്തെ സംഭവം സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളത് നമ്മുടെ മണ്ട ഇതുപോലെ ഫുൾ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൂഫാണ് സെറ്റ് ചെയ്യാനുള്ളത്. റൂഫ് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, എനിക്ക് അറിയത്തില്ല നന്നായിട്ട് റൂഫ് സെറ്റ് ചെയ്യാൻ. സോ ഞാനത് സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. സോ ഗൈസ്, ഫൈനലി ദിസ് ഈസ് ദ റൂഫ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കോബിൾ സ്റ്റോൺ വെച്ചിട്ട് അതിന് മുകളിൽ ലൈറ്റും ഫ്രെയിം വെച്ചിട്ട് അതിന് മുകളിൽ നമ്മൾ ബോൺ വെച്ച് കൊടുത്തൊരു പട്ടിക്കൂടാന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഗ്ലാസ് കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെട്ടത്തിന് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കഥവൊന്നും വെക്കുന്നില്ല, എന്നാലും ഒരു ഗുമ്മിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്ലാസ് വെച്ച് കൊടുത്തു എന്നേ ഉള്ളൂ. ദെൻ നമ്മൾ ഈ താർഭാഗത്ത് കുഴിച്ചതിന് ശേഷം അതിനിപ്പോൾ അവിടെ കോബിൾ സ്റ്റോണാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു രസം ഉണ്ടാവും തോന്നുന്നു. സോ നമ്മൾ കോബിൾ സ്റ്റോൺ ആയിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുവാന്ന്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ തറ ഫുള്ള് സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഡേർട്ടിലിരിക്കണേക്കാൾ നല്ലത് ഇങ്ങനെ ചെയ്യുന്നതല്ലേ. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ കാർപ്പറ്റ് വിരിച്ചു കൊടുക്കുന്നുണ്ട്. തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, സോ അതുകൊണ്ട് കാർപ്പറ്റ് കൂടെ വിരിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഡോഗിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ലാസ്റ്റായിട്ട് ഞാനിവിടെ ലാൻഡേൺ വെച്ച് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ലാൻഡേണും അതുപോലെ തന്നെ ഒരു പോട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ലാൻഡേൺ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് കൊടുക്കാം. അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ പോട്ടും വെച്ചിട്ടുണ്ട് ഫുഡൊക്കെ കൊടുക്കാൻ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മെയിൻ പാത്ത് ഉണ്ടല്ലോ, അവിടേക്ക് നമ്മുടെ ഈ ഒരു പാത്ത് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട് എന്ന് നമുക്ക് പോകാനായിട്ട് മനസ്സിലാവുകയൊക്കെ ചെയ്യും. ചെയ്യാം, എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട് ഗേസ്, നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ ഞാനിതുപോലെ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഗേസ്. ഓക്കെ, അപ്പോൾ ഫുൾ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. സോറി ഗേസ്, പാത്ത് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഏങ്കോണിച്ചൊക്കെ ഇരിക്കുന്ന പോലെ അതൊക്കെ എങ്ങനെയൊക്കെ സെറ്റാക്കി ദെൻ നമ്മൾ ബോൺ മെയിൽ വെച്ചതിന് ശേഷം ഫുൾ ബോൺ മെയിൽ ചെയ്യുന്നുണ്ട്. കുറേ പൂക്കളൊക്കെ ഉണ്ടായി, എനിക്കിഷ്ടമല്ല പൂക്കൾ. ഞാൻ ഗേളാണ്, പക്ഷെ എന്നാലും എനിക്ക് വലിയ ഇഷ്ടമില്ല. റിയൽ ലൈഫിൽ ഇഷ്ടമാണ്, ഇത് മൈൻക്രാഫ്റ്റ് എനിക്ക് വലിയ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ നടാറൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ വേറെ കാര്യം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ബോൺ വെച്ചില്ല. പിന്നെ അത് നമ്മൾ സൈൻ ബോർഡിലേക്ക് സുഗു ഹൗസ് എന്ന് എഴുതി കൊടുത്തപ്പോഴത്തേക്കും ശേലായി. അങ്ങനെ നമ്മുടെ സുഗു ഹൗസ് എന്താ പറയുക, കറക്റ്റായിട്ട് നമ്മളിവിടെ വന്നിട്ടുണ്ട്. പാലുകാച്ചൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ നിങ്ങളെ വിളിച്ചില്ല, സോറി. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ പട്ടിക്കുട്ടീനെ അതിനകത്ത് കൊണ്ടുപോയി വെക്കാം. അപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ കൊണ്ടുവച്ചിട്ട് നമുക്ക് വരാട്ടോ. ഞാൻ എന്തായാലും കാണിച്ചു തരാം എങ്ങനെയാണ് ഏതാ എന്ന് ഒക്കെ. അപ്പോൾ നമുക്ക് സെൻറ്റർ വെക്കാം. സോ ഗായ്സ്, അപ്പോൾ നമ്മൾ പട്ടിയുടെ സെൻറ്ററിൽ ഇരുന്നിട്ടുണ്ട്. ദെൻ നമുക്ക്
മറ്റേ ഇത് വെച്ചെടുക്കുക, നമുക്ക് കുറച്ച് ഫുഡ് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കഡ് മട്ടൺ കൊടുത്തിട്ട് നമുക്കത് കുറച്ചൊന്ന് സെറ്റാക്കി വെക്കാം. അപ്പോൾ ഗൈസ് അതും നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡോഗ് ഹൗസ് ഫുൾ സെറ്റ് ആയിട്ട് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു ഹൗസ്. പക്ഷെ അതിൽ എൻ്റെ വീടിൻ്റെ അത്ര ഉണ്ട് ഗൈസ്, പക്ഷെ കുഴപ്പമില്ലല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു ബിൽഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. ബാക്ക് ഞാനൊന്നും ചെയ്തില്ല കേട്ടോ, ഞാൻ പിന്നെ ചെയ്യാം. ടൈമില്ലാത്തതുകൊണ്ടും പിന്നെ ഞാൻ മൂഡില്ലാത്തതുകൊണ്ടും ഒക്കെയാണ് ഞാനിതൊന്നും ചെയ്യുന്നതായിരിക്കും, നിങ്ങൾ പേടിക്കേണ്ട. സോ അടുത്ത വീഡിയോ കാണാം, ഫുള്ളായിട്ട് കാണാം. ബൈ.